ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഷോർട്സിലിട്ട പോലെ തന്നെ ഈ ഷോർട്സിൽ ഇടാൻ പോകുന്നത് നമ്മുടെ NCERT ഇറക്കിയ, അത് കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് SCERT ഇറക്കിയ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അഥവാ മോഡൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാനസി രുചിജനകം എൻ്റെ ചിറകുകൾ മണികനകം അതുകൊണ്ടാകാം നീ ധനികൻ. ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു വരികൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഹംസത്തിൻ്റെ ഈ വാക്കുകൾ പ്രകടമാകുന്ന ഭാവമെന്ത്? ഹംസത്തിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് പ്രകടമാകുന്ന ഭാവമെന്ത്? എ. സ്വർണ്ണ ചിറകുണ്ടെന്നുള്ള അഹങ്കാരം. ബി. രാജാവ് ധനമോഹനാണെന്ന പരിഹാസം. സി. ചിറകു നഷ്ടമാകുന്നതിൻ്റെ സങ്കടം. ഡി. രാജാവിനോടുള്ള ബഹുമാനം. ഇതൊരിക്കലും നിങ്ങൾ ABCD എന്ന് പറഞ്ഞ് എഴുതരുത്. അഥവാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇനി A ആണെങ്കിൽ A, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ B ആണെങ്കിൽ B, അങ്ങനെ എഴുതാതെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ A ആണെങ്കിൽ അത് കറക്റ്റായിട്ട് അതിൻ്റെ എഴുതണം. ഓക്കെ, ഇപ്പോൾ A ആണെങ്കിൽ സ്വർണ്ണച്ചിറക് ഉണ്ടെന്നുള്ള അഹങ്കാരം, അങ്ങനെ എഴുതണം. ഓക്കെ, അത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. കാരണം പലരും ഇപ്പം ABC എന്നൊക്കെ ഇടാറുണ്ട്. അപ്പോൾ പലരും ചോദിക്കും, ഞങ്ങളൊക്കെ പണ്ട് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ സാറേ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അത് ഈ SSLC ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. SSLC അങ്ങനെ ABCD ഇടാൻ പറ്റില്ല. ഓക്കെ, നോക്കാം. ഇവിടെ ഹംസത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ആണ്, അഥവാ തൻ്റെ ബുദ്ധിമുട്ടുകൾ പറയുകയാണ്. അപ്പോഴാണ് എൻ്റെ ചിറക് മണികനകം അതുകൊണ്ടാകാം നീ ധനികൻ. എൻ്റെ ചിറക് കണ്ടിട്ടാണ് നീ ധനികനാവുമെന്ന് വിചാരിക്കുന്നെങ്കിൽ അത് വെറും മോഹമാണെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ രാജാവിൻ്റെ ധനമോഹനാണെന്ന പരിഹാസമാണ് ഇവിടെ ശരിക്കും ശരിയായ ഉത്തരം. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി നമ്മൾ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം. ബൈ.